അപ്പൊ എങ്ങനെയാ മുടി വെട്ടിയാലോ? ഈ ഷോൾഡറിന് താത്തോട്ട് മുടി വളർന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാനല്ലാതെ ഇതുപോലെ തോന്നും. വിഷ്ണുവിനെ കെട്ടണോ എന്നുള്ളത് ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എങ്ങനെ മുടി വെട്ടണം എന്നുള്ളത് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. 2 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ലേറ്റ് ആക്കാതെ നമുക്ക് റെഡിയായി ഇറങ്ങാം. പ്ലം നമുക്ക് അവരുടെ ബോഡി ലവിംഗ് വാനില കാരമലോ ബോഡി ലോഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇതാ ഉപയോഗിക്കുന്നത്. വാനില കാരമൽ ആമണ്ട് പിസ്താഷിയോ. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മണം ഇതിന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞ ഒരു ഡെസേർട്ട് എടുത്ത് മേല് വയ്ക്കുന്ന പോലെയാ. നല്ല മണമാണ്, നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. ഇനി അപ്പോയിന്റ്മെന്റ് നമുക്ക് ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് ഡ്രസ് ചെയ്തിറങ്ങാം. ഇതൊരു പഫ്ഡ് ഹാഫ് സ്ലീവും സ്ക്വയർ നെക്കും ഒക്കെ വരുന്ന ഒരു ചിക്ക് ബ്ലാക്ക് ഡ്രസ്. അടിയിൽ നമുക്കൊരു ബാഗി ജീൻസും കൂടെ ഇട്ടാലോ? കിടക്കട്ടെ അല്ലേ? വെറുതെ ഈ വഴിപോക്കനോട് ഒരഭിപ്രായം ചോദിച്ചതാ. വേണ്ടായിരുന്നു. ആ മൂഡ് അങ്ങോട്ട് പോയി. ഞാൻ ഇന്ന് എന്തായാലും ഇതന്നെ ഉള്ളൂ. അല്ല പിന്നെ ഡ്രസ്സിന്റെ മൊത്തത്തിലുള്ള മിസ്മാച്ച് നമുക്ക് മേക്കപ്പിൽ ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കാം. കഴിവ് മൊത്തം പുറത്തെടുത്താൽ മുഖം ദേ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് മുടി. നമുക്കൊരു സ്ലീക്ക് പോണിറ്റെയിൽ കെട്ടാം അല്ലേ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്കൊരു സാധനം കൂടെ വെക്കാനുണ്ട്. കുറച്ചധികം കാലം ഈവൻ എന്റെ കയ്യിലിരിക്കുന്നു. ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. തൽക്കാലം ഇന്നിരിക്കട്ടെ. ഓവറാക്കി തുടങ്ങിയ എവിടെ നിർത്തണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു വലിയ മൂക്കുത്തിയും കൂടെ ഇടാം. പച്ച വാച്ച് നമ്മുടെ സ്ഥിരം ബാഗും. ഇതിപ്പോ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ ഇരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് ഈ പേടകത്തിന്റെ മുകളിലൊന്ന് കയറാം. എങ്ങനെയുണ്ട് ഈ ഷൂ? പൊളിയല്ലേ? ഓ സെറ്റ്. ഇപ്പൊ ആകമൊത്ത ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ? ഒരു 10 ലുക്കൊന്ന് റേറ്റ് ചെയ്യും. 7.5. ഒട്ടും മാച്ചില്ലാന്നുള്ളത് 7.5 എനിക്ക് എത്തിയോ? ഓക്കെ, അപ്പൊ ഞാൻ പോയി മുടി വെട്ടിട്ട് വരാം. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഈ ഹെഡ്ഫോൺസും കൊണ്ടിരിക്കട്ടെ.